ചേട്ടാ, ഈ പുരുഷൻ്റെ അഭിമാനത്തിന് ഒരു വിലയില്ലേ? കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്ന ഈ പീഡന കേസുകളുടെ ഒരു പരിസമാപ്തിയാണ് വ്യാജ പീഡന കേസ്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ വാർത്ത സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു. മൂന്നാറിലെ ഗവൺമെൻറ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD വകുപ്പ് തലവൻ, അദ്ദേഹത്തിൻ്റെ പേര് ആനന്ദ് വിശ്വനാഥ്. 2014 എക്കണോമിക്സിൻ്റെ പരീക്ഷ നടക്കുന്നു. 8 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ 5 പേർ പെൺകുട്ടികൾ, 5 പേരും കോപ്പി അടിക്കുന്നു. ഇദ്ദേഹം അഡീഷണൽ ചീഫ് എക്സാമിനറായിരുന്നു. അദ്ദേഹം ഈ 5 പേരെ പിടിച്ചിട്ട് കോളേജിലെ ഇൻവിജിലേറ്ററോട് പറഞ്ഞു ഇവർ കോപ്പി അടിക്കുമെന്ന് പറഞ്ഞു. ഇൻവിജിലേറ്റർ അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നറിഞ്ഞപ്പോൾ, അത് കാരണം ആ പിള്ളേർ SFIക്കാരായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം നേരിട്ട് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തു. അതിന് ഫലമുണ്ടായി. കുട്ടികൾക്കെതിരെയല്ല, അധ്യാപകനെതിരെ. ഈ കുട്ടികൾ CPMൻ്റെ ഓഫീസിൽ ചെന്നിട്ട് നമ്മുടെ S രാജേന്ദ്രൻ MLA യുടെ സാന്നിധ്യത്തിലോ അറിവോട് കൂടിയോ CPM ഓഫീസിൽ ചെന്നിട്ട് അധ്യാപകനെതിരെ പീഡന കേസ് കൊടുത്തു. പീഡന കേസ് വന്നു. ദേവികുളം കോടതി അധ്യാപകനെ 2 വർഷം ശിക്ഷിച്ചു. പിന്നീട് അദ്ദേഹം അപ്പീലുമായിട്ട് സെഷൻസ് കോടതിയിൽ പോയി. സെഷൻസ് കോടതി, അഡീഷണൽ സെഷൻസ് ഇന്നലെ അദ്ദേഹത്തിനെ കുറ്റവിമുക്തരാക്കി. എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടികൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ പാർട്ടിക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾ വ്യാജ പരാതി കൊടുത്തതാണെന്ന്. 11 വർഷത്തിന് ശേഷം ആനന്ദ് വിശ്വനാഥ് എന്ന മനുഷ്യൻ ഇപ്പോൾ കോടതിയിൽ നിന്ന് ആശ്വാസം കിട്ടി. അദ്ദേഹം ഈ 11 വർഷം അനുഭവിച്ച അപമാനം കുടുംബത്തിൽ, നാട്ടുകാർക്കിടയിലൊക്കെ അത് എന്തു വില കൊടുക്കും. പക്ഷേ ഇപ്പോഴും കള്ളപ്പരാതി കൊടുത്ത യഥാർത്ഥ കുറ്റവാളികളായ 5 സ്ത്രീകൾ ആരാണെന്ന് ആർക്കും അറിയില്ല. ഈ സമാനമായൊരു സംഭവം 2 മാസം മുമ്പുണ്ടായി. ഒരു സ്കൂളിൽ 2 കുട്ടികൾ തമ്മിൽ അനാശാസ്യമായ കാര്യത്തിൽ ഏർപ്പെട്ടു. വാച്ച്മാൻ കണ്ടു. വാച്ച്മാൻ വീട്ടിൽ പറയുന്നോർത്ത് ഈ പെൺകുട്ടി പറഞ്ഞാൽ വാച്ച്മാൻ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തു. അയാളും കോടതി കയറി ഇറങ്ങി. 70 വയസ്സോ മറ്റുണ്ട് ആ മനുഷ്യന്. അവസാനം അയാൾക്കെതിരെയും ഈ പറഞ്ഞതുപോലെ പെൺകുട്ടി തന്നെ പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞതാണെന്ന്. ഇതിനിടയ്ക്ക് പുരുഷൻ്റെ മാനം പോകുന്നു, അവൻ്റെ പൊതുജീവിതം നഷ്ടപ്പെടുന്നു, കുടുംബം നശിക്കുന്നു. അവസാനം കള്ളപ്പരാതി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അന്നത്തെ ഇരയുടെ പേര് ആരും പറയാൻ പാടില്ല. ഇതെന്തൊരു മര്യാദകേടാണ്. ഇതിന് ധാർമ്മികത അവിടെ നിൽക്കട്ടെ, നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയുമോ? നിയമപരമായിട്ട് ചോദ്യം ചെയ്യാൻ കഴിയും. അതിന് മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയും. ആ വകുപ്പ് വെച്ചിട്ട് ഈ പെൺകുട്ടികൾക്കെതിരെയും സ്റ്റേറ്റിനെതിരെയും ഇതിൽ ഇൻവോൾവായ മറ്റാൾക്കാരെയൊക്കെ പ്രതി ചേർത്തിട്ട് കേസ് കൊടുക്കാം. കേസ് ഈ പറഞ്ഞ പോലെ കുറച്ച് താമസിക്കും, ബട്ട് ഡെഫിനറ്റ്ലി അവർക്ക് ശിക്ഷ കിട്ടും. അവരുടെ പേര് പുറത്തു വിടുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല. മാധ്യമങ്ങൾ ചെയ്യാത്തത് വേണ്ടാന്ന് വെച്ചിട്ടാണ്, അല്ല അത് പുറത്തു വിടാൻ തടസ്സമൊന്നും. അങ്ങനെ ഒരു പ്രാവശ്യം പേര് പുറത്തു വിട്ടാൽ കുറേ ഇത് അവസാനിക്കും. അത് സത്യമാണ്. ഇപ്പോൾ ഈ വാസ്തവത്തിൽ ഈ പറഞ്ഞ കേസുണ്ടല്ലോ, പ്രൊഫസർ ആനന്ദ് വിശ്വനാഥ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷേ വളരെ മനോഹരമായിട്ട് ഫ്രെയിം ചെയ്തൊരു കേസാണ്. അതുകൊണ്ടാണ് ലോവർ കോർട്ടിൽ പുള്ളിക്ക് ശിക്ഷ കിട്ടിയത്. സെഷൻസ് കോടതിയിലും പുള്ളിക്ക് ശിക്ഷ കിട്ടിയതിന് ഇവർ മൊഴി കൊടുത്തുകൊണ്ടാണ്. അതെങ്ങനെ ആ വകുപ്പെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കാരണം ലോവർ കോർട്ടിലാണ് വിചാരണയൊക്കെ നടക്കുന്നത്. സെഷൻസ് കോടതിയിൽ ഇവർ സ്പെഷ്യൽ ആപ്ലിക്കേഷനോ എന്തെങ്കിലും കൊടുത്തിട്ട് അത് എന്ത് ചെയ്തു എന്നുള്ളത് വക്കീലിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവർ മൊഴി പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടതാണ്. അതില്ലെങ്കിൽ ചിലപ്പോൾ ലോവർ കോർട്ടിലെ ശിക്ഷ സെഷൻസ് കോടതി ശരിവെച്ചു എന്ന് വരും. കാരണം അത്ര മനോഹരമായിട്ട് അവർ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് അവർക്ക് ഈ നിയമത്തിൽ ഒരാളെ കൊടുക്കണം എന്ന്, എങ്ങനെ ഭംഗിയായിട്ട് കൊടുക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ SFI DYFIയിലൊക്കെ ചേരുന്ന പിള്ളേർ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാത്തത് ഈ കേസിൻ്റെ കുടുക്കുകൊണ്ടാണ്. പോയി ചേർന്ന് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു ജാഥയിൽ ഇവനെ നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു കേസിൽ പെടുത്തിയിട്ട് അവിടെ നിർത്തും. പെട്ടുപോയി. പിന്നെ ഈ ജന്മം അവന് ആ കേസിൽ നിന്ന് ഊരാൻ പറ്റില്ല. ഈ കേസ് ടൈറ്റ് ആകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഇവൻ SFIയിലും DYFIയിലും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. സമർത്ഥമാണ്. ക്രിമിനൽ നിയമം ഇത്രയധികം അരച്ചുകലയ്ക്ക് കുടിച്ച വക്കീലന്മാർ പോലും ഉണ്ടാവില്ല. അത്ര മനോഹരമായിട്ട് CPM നേതാക്കൾക്ക് ഇതറിയാം. അതുകൊണ്ട് അവർ ഒരാളെ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഭംഗിയായിട്ട് കുടുക്കിയിരിക്കും. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നിലപാടാണ്. പക്ഷെ നമ്മൾ നോക്കുന്നത് സ്ത്രീ അബലയാണ്, ചബലയാണ്, സാധുവാണെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. അവർ സ്കൂളിൽ വെച്ചുള്ള അനാശാസ്യമായ കാര്യങ്ങൾ, വാച്ച്മാൻ പിടിച്ചാൽ വാച്ച്മാനെതിരെ പീഡന കേസ്, കോപ്പി അടിച്ച് പിടിച്ചാൽ അധ്യാപകനെതിരെ
പീഡന കേസ്. അയാളെ ശിക്ഷിച്ചാലും അവർക്ക് മനസ്താവമില്ല. ഇങ്ങനെ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ മൂർച്ചയുള്ള ഒരായുധമായി മാറുകയാണ്. ഞാൻ മുഴുവൻ പെണ്ണുങ്ങളെ സ്ത്രീകളെയും അടച്ചല്ല പറയുന്നത്, നമുക്ക് അവരോട് ബഹുമാനമുണ്ട്. പക്ഷേ അപൂർവം ചിലരെങ്കിലും. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ, ജസ്റ്റിസ് സദാശിവന്റെ പുസ്തകം കുറ്റവും ശിക്ഷയും. അതിൽ അന്ന് സദാശിവൻ എഴുതിയതാണ്, ഒരുമ്പെട്ടിറങ്ങുന്ന ഒരു പെണ്ണിന് മുമ്പിൽ പുരുഷൻ തകർന്നു പോകും. അങ്ങനെയാണ് നമ്മളുടെ ക്രിമിനൽ നിയമം എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. സദാശിവൻ എഴുതി തയ്യാറാക്കിയ കാലത്ത് പഴയ IPC ആണ്. അന്ന് റേപ്പ് മാത്രമേ കുറ്റകരമായിട്ടുള്ളൂ, ബാക്കിയൊന്നും കുറ്റകരമല്ല. ആ അവസ്ഥയിലാണ് അദ്ദേഹം പറഞ്ഞത് ഇറങ്ങി പുറപ്പെട്ടാൽ നോട്ടമ്പോഴും പോലും കുറ്റകരമാണ്. ഇപ്പോൾ അത് പോയിട്ട് 354A B C D ഒക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും സ്ത്രീകൾക്ക് ഇത്രമാത്രം സംരക്ഷണം നിയമപരമായി ആവശ്യമുണ്ടോ? അല്ല, നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു തകരാറ് അത് നിയമത്തിൽ പ്രതിഫലിക്കുന്നു. ഒന്നുകിൽ പെൻഡുലം ഇങ്ങേയറ്റത്ത് പോകും, സ്ത്രീയെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല എന്നുള്ള സ്ഥിതി. അത് വലിയ ബഹളമൊക്കെ പെൻഡുലം ഇങ്ങേയറ്റത്തേക്ക്. പിന്നെ പുരുഷനെ ആരെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒന്നുമില്ല എന്നുള്ള അവസ്ഥ വരും. അത് അല്ലാതെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമുക്കില്ല. ഇപ്പം ഈ IPCയുടെ മോഡിഫിക്കേഷൻ സംഭവിച്ചത് തന്നെ നിർഭയ കേസിന് ശേഷം. അപ്പോൾ അന്നത്തെ വികാര തള്ളിച്ചയിൽ ബലാത്കാരം ചെയ്തവന് വധശിക്ഷ കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ പല രീതിയിലുള്ള സജഷൻസൊക്കെ വന്നു. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ഒരു സ്ഥിതി എല്ലാവരുടെയും മനസ്സിൽ വന്നു. എന്തെങ്കിലും ചെയ്യണ്ടേ, മോശമല്ലേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് പിന്നീട് ഉണ്ടാക്കിയ സാധനം. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു ഇൻസ്റ്റൻറ്റിൻ്റെ പുറത്ത് വികാര പാരവശ്യത്തിൽ ഇതുപോലെ നിയമങ്ങൾ സൃഷ്ടിക്കരുത്. ഈ നിയമങ്ങൾക്ക് ഭേദഗതിയൊക്കെ വരുത്തിയ ആളുകൾ അവർ വളരെ കൂൾ ഹെഡഡായിരുന്നു. അപ്പോൾ അവർ പറയും പൊതുജനങ്ങളുടെ മൂഡ് കണക്കിലെടുക്കണം, അതല്ലാതെ പറ്റില്ല. അപ്പോൾ ഈ പിണറായി വിജയൻ ഒരു ഇത് കൊണ്ടുവന്നിരുന്നില്ല, ഭേദഗതി KP ആക്ടിൽ, കേരള പോലീസ് ആക്ടിൽ. അതനുസരിച്ച് നമ്മൾ ഈ ചെയ്യുന്ന ചർച്ച ഇതൊക്കെ കുറ്റകരമാകാം. അതൊരു തേർഡ് പാർട്ടിക്ക് കുറ്റമാണെന്ന് തോന്നിയാൽ മതി, അഫക്റ്റഡ് പാർട്ടിക്ക് വേണമെന്നില്ല. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് Xനെ മോശമായി പറയുന്നു, ഇത് കേട്ട Yക്ക് പ്രയാസമായി കഴിഞ്ഞാൽ നമുക്കെതിരെ കേസ് കൊടുക്കാം. ഇങ്ങനത്തെ വകുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഒപ്പിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് നോക്കണ്ടേ. അപ്പം അന്ന് ഇതുപോലെ 2-3 സംഭവങ്ങളുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണും ഒക്കെ തെറി പറഞ്ഞു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പേരിലാണ്, അതിൻ്റെ മറവിൽ സ്വന്തം പാർട്ടിക്കാരല്ലാത്തവരെയൊക്കെ പൂട്ടാനുള്ളൊരു നിയമ ഭേദഗതിയാണ് പിണറായി വിജയൻ കൊണ്ടുവന്നത്. ഞാനിത് ഗവർണറോട് പറയുകയും ചെയ്തു, സാർ ഇത് വ്യക്തമായും ചിലരെ ടാർഗറ്റ് ചെയ്തുള്ള നിയമമാണ്, ഇത് മിസ്യൂസ് ചെയ്യും. മാത്രമല്ല ഇറ്റ് ഈസ് ബേസിക് നിയമതത്വങ്ങൾക്കെതിരാണ്. അപ്പോഴും പുള്ളി പറഞ്ഞു, സ്റ്റിൽ പബ്ലിക് സെൻറ്റിമെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അവഗണിക്കാൻ പറ്റില്ല. ശരി, എനിവേ ഐ അണ്ടർസ്റ്റുഡ് യുവർ പോയിന്റ്, ഓക്കെ റൈറ്റ്. പുള്ളി ഒപ്പിട്ടു. നാടാകെ ബഹളമായി കഴിഞ്ഞപ്പോൾ അത് വിഡ്രോ ചെയ്തു, പിണറായി വിജയൻ വിഡ്രോ ചെയ്തു. അപ്പോൾ ഈ പബ്ലിക് സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്ന താൽക്കാലിക വികാരത്തിൻ്റെ പുറത്ത് ക്രിമിനൽ ലോ അമെൻമെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും താമസിയാതെ തന്നെ അത് അപകടത്തിൽ ചെന്ന് ചാടും. അപകടത്തിലെത്തിയല്ലോ, അതാണ് നമ്മൾ ഈ കാണുന്ന ഓരോ ദിവസവും. ഇതുപോലെ അപകടത്തിലെത്തിയൊരു സാധനമാണ് SC/ST ആക്ട്. അതിൻ്റെ ഉദ്ദേശം അന്നുണ്ടാക്കിയ കാലത്തെ ഉദ്ദേശമാണോ ഇപ്പോൾ നടക്കുന്നത്? ഇപ്പം ഇത് ആരെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ടാണ് ആക്ച്വലി കിറ്റക്സിലെ സാബുജൊക്കെ പറഞ്ഞു, എൻ്റെ മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ് എന്ന് പറഞ്ഞത് ജാതി പറഞ്ഞ ആക്ഷേപിച്ചു. അതെ, അപ്പോൾ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിയമം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവരും ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇവർ നോക്ക്, 11 വർഷത്തിന് ശേഷമാണ് അവർ 11 വർഷത്തിന് ശേഷം ഇപ്പോൾ വിധി വന്നു. മേ ബി വിധി വരുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് ഇവർ മൊഴി കൊടുത്തു എന്ന് വയ്ക്കാം. അപ്പോൾ 10.5 വർഷം അവരിത് രഹസ്യമായിട്ട് വെച്ചു, എന്നിട്ട് മൊഴി കൊടുത്തു. അപ്പോഴത്തേക്ക് അവരുടെ കോഴ്സ് കഴിഞ്ഞു, അവരുടെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, സെറ്റിൽഡായി, ഒക്കെയായി. കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് 164 സ്റ്റേറ്റ്മെൻ്റ് വലുതായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് പറഞ്ഞ് കൊടുത്തു. ഇനിയിപ്പോൾ അങ്ങേരെ അങ്ങ് വിട്ടേക്കാം. ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ തന്നെ പറയും, നീ കാരണം അല്ലടി ആ മനുഷ്യൻ, എന്തൊരു കാഷ്ണമാടി, കോപ്പി അടിച്ചതും വരാം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ പ്രഷറും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്തതായിരിക്കും.
അപ്പോൾ അവരുടെ ഭാഗം സേഫായി കഴിഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇരയാക്കപ്പെടുന്ന പുരുഷനാണ് ഇപ്പോൾ. അല്ല, അത് സ്ത്രീകളും ഇരയാക്കപ്പെടില്ല ഇല്ല എന്നല്ല പറഞ്ഞത്. ഇല്ലെന്ന് ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ ലോകം മുഴുവൻ അവളുടെ കൂടെയുണ്ട്. സ്ത്രീ ഒരുത്തനെ കുഴപ്പത്തിലാക്കിയാൽ അവൻ്റെ കൂടെ ആരുമില്ല. സുനിൽ, അത് അങ്ങനെയല്ല. 100 സ്ത്രീകൾ കുഴപ്പത്തിലായി കഴിഞ്ഞാൽ അതിൽ കഷ്ടിച്ച് 5 പേരാണ് ഞാൻ കുഴപ്പത്തിലാണെന്ന് തുറന്നു പറയുകയും ആ 5 എണ്ണത്തിൽ 2 പേരുടെ കാര്യങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ കൂടെ ലോകം നിൽക്കുകയൊക്കെ ചെയ്യും. ബാക്കി ഈ തുറന്നു പറഞ്ഞ ബാക്കി 3 പേര് വഴിയാധാരമാകും, ആകാശത്ത് തന്നെ നിൽക്കും. തുറന്ന് പറയാത്ത 95 പേര് ജീവിതകാലം മുഴുവൻ ഇത് സഹിക്കുകയും ചെയ്യും. അത്രയൊന്നും പുരുഷൻ സഹിക്കുന്നില്ല. അതിപ്പോഴും സത്യം അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ സാറിനോട് ഞാൻ എല്ലാവിധ ബഹുമാനവും വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരു കാര്യം വെച്ച് നമ്മൾ വീണ്ടും പെൻഡുലം ഇപ്പുറത്തേക്ക് കൊണ്ടുവരരുത്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു സഫറിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾ തന്നെയാണ്. ഈ ബോൾഡായ സ്ത്രീകൾ, വ്യത്യാസമില്ല, ഞാൻ യോജിക്കുന്നു. ബോൾഡായ സ്ത്രീകളുണ്ടല്ലോ, അവർ ചിലർ തിരിച്ചടിക്കും, ആ തിരിച്ചടിയിൽ അവർ ജയിക്കും. ചിലർ ക്രുക്കഡായിട്ടുള്ള, അത് സ്ത്രീ പുരുഷനും ഒക്കെ ക്രുക്കഡ് മൈൻഡുള്ള ധാരാളം പേരുണ്ട്. ഇവരെ സമയത്തോളം നോക്ക്, ഇവർ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇവർ കോപ്പി അടിച്ചു. കോപ്പി അടിച്ചാൽ ഒരു വിദ്യാർത്ഥിയുടെ ആവശ്യം എന്താ? എങ്ങനെയും അത് കേസാവാതെ രക്ഷപ്പെടണം. ഇതേ പെൺകുട്ടികൾ ഈ സാറിൻ്റെ അടുത്ത് ഒരു പക്ഷേ പറഞ്ഞാണ്, സാർ ഒരു തവണത്തേക്ക് ക്ഷമിക്കണം സാർ, ഞാൻ പോട്ടെ സാർ, ജീവിച്ചു പോട്ടെ സാർ, പ്ലീസ് ഞങ്ങളെ ഡീബാർ ചെയ്യും സാർ. പറ്റില്ല. അല്ല, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ശരിയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ പെൺകുട്ടികൾ ആ പ്രായത്തിൽ അവർക്ക് തോന്നുന്നത് എന്താ, ഇവിടെ കാല് പിടിച്ച് കരഞ്ഞിട്ട് ആ മനുഷ്യന് ഒരു ദയം കാണി, കേസാകെ ഞങ്ങളെ തോൽപ്പിച്ചോ, കേസ് ആക്കരുത്, ഞങ്ങളെ ഡീബാറിച്ച്, ഇപ്പം അതിൻ്റെ കോൺസിക്വൻസിന് രക്ഷപ്പെടണം. പറ്റില്ല എന്ന് പറഞ്ഞു. ദുഷ്ടൻ. ഇതാണ് അവരുടെ മനസ്സിൽ ചെറുപ്രായത്തിൽ. അവർ മറ്റൊന്നും ഇൻവിജിലേറ്റർ റിപ്പോർട്ട് ചെയ്യാതിരുന്നപ്പോൾ അധ്യാപകൻ നേരിട്ട് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തു. അതെ, അപ്പോൾ അതൊരു വാശി, ഞങ്ങളുടെ ഭാവി നശിപ്പിച്ചേ അടങ്ങും എന്നാൽ കാണിച്ചതിനാന്ന് ഇവർക്ക് വാശി. ഫൈനലി ബെറ്റർ സെൻസ് പ്രിവെയിൽ. അതിന് 10 വർഷം എടുത്തു. എന്ത് ചെയ്യും? അല്ല, 10 വർഷം ആനന്ദ വിശ്വനാഥ് എന്നുള്ള ഈ അധ്യാപകൻ സമൂഹത്തിൽ കുടുംബത്തിലൊക്കെ അനുഭവിച്ച വ്യഥ, പീഡനം, അവഗണന, അവമതി, ഇതിനൊക്കെ എന്ത് വിലയാണ് സാർ? ആ വിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്, ഒരേ ഒരു മാർഗമേ ഉള്ളൂ, മലീഷ്യസ് പ്രോസിക്യൂഷൻ പ്ലസ് ഇതുണ്ട്, സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങാം, മാനനഷ്ടത്തിന് ഈ പെൺകുട്ടികളുടെ പേരിൽ കേസ് കൊടുക്കാം. എഗെയിൻ നിങ്ങൾക്ക് നിയമം വഴിക്കാണ് പോകേണ്ടതെങ്കിൽ ഇതേ മാർഗമുള്ളൂ. അപ്പോൾ നിയമം വഴിക്ക് അതിൻ്റെതായ താമസമൊക്കെ വരും. പക്ഷേ ഇവളുമാരുടെയൊക്കെ പേര് ഇപ്പോഴും രഹസ്യമായി മാധ്യമങ്ങൾ വെക്കുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് പിടികിട്ടുന്നില്ല. ഇരയല്ലല്ലോ, വേട്ടക്കാരികളാണ്. അല്ല, അത് ഇപ്പോൾ മാധ്യമങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. സോഷ്യൽ മീഡിയ ഉണ്ടല്ല, സോഷ്യൽ മീഡിയ വഴി ആ പേര് സോഷ്യൽ മീഡിയയിലും വരുന്നില്ല, ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല. അന്വേഷിച്ചാൽ കിട്ടും, കിട്ടാതൊന്നും ഇരിക്കും. അന്വേഷിച്ച് ആ പേര് പുറത്ത് കൊണ്ടുവരണം എന്ന് വാശിയോടെ ആരെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ വാശിയോടെ ശ്രമിച്ചാലോ? അത് വാശിയോടെ അത് ചെയ്യേണ്ടത് ഈ അധ്യാപകനാണ് ആദ്യം. അദ്ദേഹത്തിന് ഈ പേരുകൾ പറയാമല്ലോ. അദ്ദേഹം പറയാത്തിടത്തോളം കാലം മറ്റാരെങ്കിലും പറയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്തത്. നമ്മളെ ജീവിതത്തിൽ ഈ ചില ഊരാക്കുടുക്കുകളിൽ ചെന്നപ്പെടും. അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഭാഗത്ത് ന്യായമുണ്ട്, കുട്ടികൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവരുടെ ഭാഗത്ത് എന്ത് ന്യായമുള്ളത്? ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പോയാൽ പഠിച്ച് പരീക്ഷ എഴുതണം, കോപ്പി അടിച്ചല്ല പാസ്സാവേണ്ടത്. ഇമോഷണൽ ന്യായങ്ങളാണ് സുനിൽ, ഇതല്ല ഇമോഷണൽ ന്യായങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു അബദ്ധം കാണിക്കുന്നു. അയാൾ എന്നോട് വന്ന് പറയും, കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യൻ, ഞാൻ പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എന്നെ പരീക്ഷയിൽ തോൽപ്പിച്ചു, കേസിൽ പെടുത്തരുതെന്ന്. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്താ? കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യൻ, കുറ്റം സമ്മതിച്ചു, വെറുതെ വിടരുതോ, ജീവിക്കാനായിട്ട് കോപ്പി അടിച്ചു എന്ത് ചെയ്യും? 2 തവണ പരീക്ഷ എഴുതി പാസ്സായില്ല, കോപ്പി എഴുതി, അങ്ങനെയെങ്കിലും അയാളുടെ ഫ്രസ്ട്രേഷനും. ഇങ്ങനെ ഈ മോറൽ ജസ്റ്റിഫിക്കേഷനാണ് ആൾക്കാർ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ലീഗലും മോറലും തമ്മിൽ ഒരു യുദ്ധം എപ്പോഴും ഉള്ളതാണല്ലോ, രണ്ട് സൈഡിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ പെൺകുട്ടികളുടെ പേര് പുറത്ത് കൊണ്ടുവരുന്നില്ലെങ്കിൽ തൽപരകക്ഷികൾ പുറത്ത് കൊണ്ടുവരട്ടെ, അതിൽ ദോഷമൊന്നുമില്ല. ഇപ്പോഴത്തേക്ക് അവർ സെറ്റിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും കാര്യത്തിലും ഇങ്ങനൊരു ഘടകമുണ്ട്.
ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, പെൺകുട്ടി ഗർഭഛിദ്രം നടത്തിയ പെൺകുട്ടി പറയുന്നില്ലെങ്കിൽ പെൺകുട്ടിയെ കണ്ടു എന്ന് 2-3 വനിതാ മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. അവരെ പോയി കാണാം എന്ന് പോലീസ് തീരുമാനിക്കുന്നു എന്ന് പറയുന്നു. അവിടെയും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വില്ലനായിട്ട് നിൽക്കുന്നു. രാഹുൽ, ഇത് രണ്ടാളുകൾ തമ്മിൽ ഇഷ്ടത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നടപടി ശരിയല്ല എന്ന് പറയുമ്പോൾ പോലും രാഹുൽ തട്ടിക്കൊണ്ടുപോയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തിട്ടില്ല. സമ്മതത്തോടെ ചെയ്തൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്ന പോലെ നിലപാടെടുത്തി. അപ്പോഴും അവൾ സുരക്ഷിതയാണ്. ഇതൊക്കെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇത് സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്, രാഷ്ട്രീയ രംഗത്ത് പ്രശസ്തനാണ്, മാധ്യമങ്ങളൊക്കെ അറിയും, അങ്ങനെയുള്ളൊരു ഫിഗർ ആയതുകൊണ്ടാണ്. ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഈ വക എന്തെങ്കിലും നടക്കുമോ? ഒന്നുമില്ല. ഈ സംഭവം നടന്ന സംഭവമാണെങ്കിൽ ആ പെങ്കൊച്ച് വഴിയാധാരമാകും. ഇവൻ പൊടി തട്ടിപ്പാട്ടിന് പോകും. ഇവള് അവളുടെ വീട്ടിലും അവിടെ ഇവിടെ നാട്ടുകാരുടെ അടുത്തുമൊക്കെ ഇത് ഷെയർ ചെയ്യും. എന്താ, ഓഡിയോ ക്ലിപ്പ് ഷെയർ ചെയ്യും. ഏറി വന്നു കഴിഞ്ഞാൽ പോലീസിൽ പോയി പറയും. പോലീസ് പറയും, മോളെ ഇത് വെച്ചിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല, ഇത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ട് ഇത് ഒറിജിനലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണം. ഇതിനൊക്കെ പോകണോ? അച്ഛനെന്ത് പറയുന്നു? അച്ഛനും അമ്മാവനും ഒക്കെ ഉണ്ട്. നിങ്ങളെന്ത് പറയുന്നു? ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി ജന്മം തുലയ്ക്കണം. 10-15 വർഷം എടുക്കും. അവസാനം ഈ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കനെ ഒരു 2 വർഷമോ എല്ലാം ശിക്ഷിച്ചു എന്ന് വരും. അതിനിടയ്ക്ക് അവൻ വല്ല ഗൾഫിലോ എല്ലാം കടന്നാൽ പിന്നെ അതായി. കുടുംബം നേരെ നടത്താൻ നോക്ക്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി കൂടുതൽ നാറ്റിക്കാതെ നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ലൊരു കല്യാണം ആലോചിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഇതാണ് സാധാരണ കേസിൽ സംഭവിച്ചത്. അതല്ല കേസ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ശരി, എടോ മനോജേ എടുത്ത് FIRൻ്റെ ഇനി കേസില്ല എന്നിട്ട് വേണ്ട, കേസ് രജിസ്റ്റർ ചെയ്യും. അപ്പോഴും ഇതാരും അറിയാതെ ആ കുടുംബം 1-2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് കലാശിക്കും. ഇത് രാഹുൽ വലിയ MLA ഒക്കെ ആയതുകൊണ്ട് രാഹുലിനെ ശിക്ഷിച്ച് അടങ്ങുമെന്ന് മാധ്യമങ്ങളിലെ ചിലർക്ക് വാശി. ഉടനെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഫേസ്ബുക്കിൽ വലിയ പ്രശ്നമാണിപ്പോൾ. 1 അല്ല 2 പേരിറങ്ങി ചാനലിനെതിരെ. അപ്പോൾ ഇങ്ങനെ അത് ആ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് നടക്കുന്ന ബഹളങ്ങളാണത്. ഇദ്ദേഹം സെലിബ്രിറ്റിയൊന്നും അല്ല, അതുകൊണ്ട് ഹി ഹാഡ് ടു സൈലൻ്റ്ലി സഫർ. ഈ പറഞ്ഞ അധ്യാപകൻ സൈലൻ്റായിട്ട് സഫർ ചെയ്തു. പക്ഷേ ഈ പുരുഷനും ഇരയാണ്. തീർച്ചയായിട്ടും ഇരയാണ്. പുരുഷനും ഇരയാവാറുണ്ട്, സ്ത്രീകൾ ഇരകളാവാറുണ്ട്, കുട്ടികൾ ഇരകളാവാറുണ്ട്. മനുഷ്യൻ്റെ റെപ്യൂട്ടേഷൻ വലിയൊരു പ്രശ്നമാണ്. മാനനഷ്ടം എന്ന് പറയുന്നത് മരണത്തെക്കാൾ വലുതാണ്. അത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ചാനലുകളുടെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രസിദ്ധരായ ആളുകൾക്ക് മാത്രമേ മാനമുള്ളൂ, പ്രസിദ്ധരല്ലാത്തവർക്ക് മാനമില്ല. അവരെപ്പറ്റി നിങ്ങൾക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അവർക്ക് സ്വന്തമായിട്ട് ചാനലില്ല, ഒന്നുമില്ല. അവരൊരു പറയും, താനൊരു യൂട്യൂബ് ചാനൽ തുറന്നിട്ട് തൻ്റെ കാര്യം വിളിച്ചു ആര് കാണാൻ? നിങ്ങൾ വലിയ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ചാനലിൽ ഒരാളെ നാറ്റിച്ചിട്ട് അയാളോട് പറയണം യൂട്യൂബ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടോ, അയാൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഏതായാലും ഇത് വലിയ സങ്കടമായി പോയി, ഇത്രയൊക്കെ ഒരു അധ്യാപകനെ ഇങ്ങനെ കൊടുക്കാതെ. ഏതായാലും സഹതപിക്കാം, ആണുങ്ങൾ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്, വളരെ സൂക്ഷിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.